ഡ്രീം ക്യാപ്ചറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് കരകൗശല വിദഗ്ധനും ചെണ്ടമേളക്കാരനും ഒക്കെ ആയിട്ടുള്ള മണിയേട്ടനെ കാണാനാണ്. വയനാട് ജില്ലയിലെ തൗഞ്ഞാൽ പഞ്ചായത്തിൽ ഒരപ്പ എന്ന സ്ഥലത്ത് കല്യാമുണ്ട എന്ന വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം നമുക്ക് പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കരകൗശല വിദ്യകളൊക്കെ ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പം നമുക്കിന്നത്തെ വീഡിയോത്തിലേക്ക് പോയാലോ? വാ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കരകൗശല വിദഗ്ധൻ മണിയേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മണിയേട്ടൻ. ഞാനാണ് മണി എന്ന് പറഞ്ഞ ആളെ. ഈ കരകൗശല വസ്തുവിൻ്റെ ഒരുവിധം പണികളെല്ലാം എടുക്കും. പിന്നെ ഈ പണി തുടങ്ങിയിട്ട് ഒരു 17 വയസ്സെന്ന് തന്നെ പറയാം. 17 വയസ്സിലാണ് ഈ പണി സ്റ്റാർട്ടിങ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 72 73 വയസ്സായി. ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും അറിവുമില്ല. കുറേയൊക്കെ അറിയാമെന്നല്ലാതെ പൂർണ്ണമായൊന്നുമല്ല. എങ്കിലും ഇത്രയും വർഷത്തിനിടയ്ക്കുള്ള പരിചയം മാത്രം.
സാധനങ്ങൾ നമ്മുടെ മണിയേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മുടെ മണിയേട്ടൻ നമ്മളെ പരിചയപ്പെടുത്തും. നമുക്കത് കാണാം. ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെയൊക്കെ പ്രത്യേകമായിട്ട് അതിൻ്റെ പേരും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് ഇളനീരിൻ്റെ ചിരട്ടയാണ്. ഇളനീരിൻ്റെ ചിരട്ട ഇത് മല്ലിപ്പൊടി കോരാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഈ വലുപ്പത്തിലുണ്ടാക്കിയത്. അതേപോലെ തന്നെ പിന്നെ മഞ്ഞപ്പൊടി കോരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു മാങ്ങേൻ്റെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ചെറുത് അതേപോലെ തന്നെ മുളക് പൊടി കോരാനാണ്. ഇത് സാധാരണ തേങ്ങേൻ്റെ ചിരട്ടയാണ്, ഇളനീരിൻ്റെ അല്ല, തേങ്ങേൻ്റെ ചിരട്ട. ഇത് മുളക് പൊടി കോരാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഇത് ഇളനീർ ചിരട്ട, ഇത് കാപ്പിപ്പൊടി കോരാനോ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ കോരാൻ വേണ്ടി ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ ഈ ചട്ടുകം പോലെയുള്ളത് ഫ്രൈ സ്പൂണുമാണ് ഇതിന് പറയുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇളക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഇത്. അതും മുളയുടെ സാധനമാണ്, മുള ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ ഇത് ഓടയും മുളയും കൂടിയാണ് പപ്പടം കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പിടി ഓട പീറ്റാന്നും പറയും. പിന്നെ ഇതിൻ്റെ മുകൾഭാഗം മുളയാണ്. പിന്നെ ഇത് ചോറ് വിളമ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നു സാധാരണ ചിരട്ട തന്നെ. ഇതിൻ്റെ പിടിയിട്ടേക്കുന്നത് മുളയാണ്. അത് ഇത് കറി വരാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതും ചിരട്ട, ഇത് പിന്നെ ഇതിൻ്റെ പിടി മുളയാണ്. പിന്നെ ഇത് വീടുകളിലെ അരി ഇളക്കാൻ വേണ്ടി കാസേർ എന്ന് പറയും ഇതിന്. അതിനാണ് ഇത് രണ്ടും അതിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് സാമ്പാർ കോരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ചിരട്ട, പിന്നെ പിടിമുള. മണിയേട്ടാ, ഈ മുളയിലോ അതല്ലെങ്കിൽ ഈ മരത്തിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ കൊത്തി ഉണ്ടാക്കാൻ എന്തെങ്കിലും അവസരം കിട്ടി അങ്ങനെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു. ഇവിടെ കാട്ടുമുണ്ടിൻ്റെ തൊട്ടുപ്രേരി സുഹൃത എന്ന് പറയും, അവിടെ കൊടുത്തിട്ടുണ്ട്. തിരുഹൃദയം കുത്തി കൊടുത്തിട്ടുണ്ട്, അവിടെയും ഗണപതി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്നിടത്ത് ഇപ്പോൾ പറയത്തക്കതായിട്ടുള്ളത് ഒരു വീട്ടിൽ കൊണ്ട് കുത്തിയ ഒരു ഗണപതി മാത്രമേ ഉള്ളൂ. വേറെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുത്തി പലർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ, വിഗ്രഹങ്ങൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന സാധനം ഈ കട്ടിയാണ്. പിന്നെ ഇതൊക്കെ പണിയെടുക്കുന്നവരും കുറച്ച് ഉളീൻ്റെയൊക്കെ ചെറിയ ചെറിയ ഉളീൻ്റെ ആവശ്യങ്ങളൊക്കെ വരും. അല്ലാതെ വേറൊരു ആയുധങ്ങളൊന്നുമില്ല, ഒരു മെഷീനറിയോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. കൂട്ടുകാരെ, നിങ്ങളിത് കാണണം. ഇത് വളരെ മനോഹരമായി തന്നെ കൊത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഗണപതി വിഗ്രഹം. ഈ ഒരു മരത്തിനകത്ത് അത് അത്രയും നല്ല ഫിനിഷിങ്ങോട് കൂടി കണ്ടോ, ഇതിൻ്റെ ഓരോ അരികും മൂലയും അത്രയും ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഒരു ആയുധം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ഉളിയും ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതേപോലെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപവും അദ്ദേഹം കൊത്തിയുണ്ടാക്കി ഒരു യൂണിറ്റിനായിട്ട് കൈമാറിയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. മണിയേട്ട, ഈ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ചെണ്ട കൊട്ടുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടോ? അതെവിടെയെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് പറയാമോ? ഞാൻ ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ ഈ കരകൗശല വസ്തുവിൻ്റെ പണി പോലെ തന്നെ ചെറുപ്പം മുതലേ ചെണ്ടമേള കലാകാരനാണ്. ചെണ്ടമേളം തെയ്യം അത് പാരമ്പര്യമായിട്ടുള്ളൊരു തൊഴിലാണ് ഞങ്ങൾ. അതിൻ്റെ എൻ്റെ സമുദായത്തിൻ്റെത് പറയുകയാണെങ്കിൽ മലയ സമുദായമാണ്. പിന്നെ ഇത് ചെറുപ്പം മുതലേ ഈ ചെണ്ടമേളത്തിലും ഈ കരകൗശലത്തിൻ്റെ ഇതിൽ ഒരു 17 വയസ്സെന്ന് തന്നെ പറയാം. ഈ പ്രവൃത്തിയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എനിക്കിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ കുറവിലേക്ക് പോകണം. അവിടെ ഒരു ചെണ്ടമേളത്തിൻ്റെ പരിപാടിയുണ്ട്. അത് അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉപജീവന മാർഗമായിട്ട് ഇതൊക്കെയാണ് വരുമാനം. പിന്നെ അതിപ്പോൾ ഈ കൊറോണയൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ അതും ഇല്ലാണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ട് അങ്ങനത്തെ ഒന്നും സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പഞ്ചായത്തിൻ്റെ ഇതിൽ പഞ്ചായത്തിന് എനിക്കൊരു ആദരിച്ചൊരു കാര്യമാണ് ഒരു പൊന്നാടി അണിയിക്ക്. പിന്നെ ഇതിനെന്താ പറയുക, ചെണ്ടമേള കലാകാരൻ എന്നുള്ളതൊക്കെ ഒരു ഇങ്ങനെയുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ വിശദമായിട്ട് പറയാൻ അറിയില്ല. അപ്പം ഇത് ഒരു മൊമെൻ്റോ ആണ്.
ഈ 73 വയസ്സിനിടയ്ക്ക് 17 വയസ്സിൽ തുടങ്ങി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 73 വയസ്സിനിടയ്ക്ക് അദ്ദേഹത്തിന് ആകപ്പാടെ കിട്ടിയൊരു ആദരവ് എന്ന് പറയുന്നത് ഈ ഒരു മൊമെൻ്റാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ നമ്മളിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഒന്നും ഇദ്ദേഹത്തിനൊരു സപ്പോർട്ടും ഇന്ന് ഈ ദിവസം വരെ കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും നമ്മളൊക്കെ ഇദ്ദേഹത്തെ തിരിച്ചറിയണം, ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ തിരിച്ചറിയണം. ഇനിയെങ്കിലും ഈ മനുഷ്യന് അദ്ദേഹത്തിന് അർഹിക്കുന്നൊരു ആദരവ് നമ്മൾ കൊടുക്കണം. ഈ ഒരു മൊമെൻ്റോ അല്ല, ഇതിലും കൂടുതൽ ആദരവ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. നമ്മളത് നൽകി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഓല കൊണ്ട് പലതരം കരകൗശല വസ്തുക്കളും മണിയേട്ടനുണ്ടാക്കും. നമ്മളിപ്പോൾ ഈ കണ്ട ചിരട്ടയോ മുളയോ ഒന്നും കൂടാതെ ഈ ഓല കൊണ്ടുള്ള പല കരകൗശല വസ്തുക്കളും മണിയേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പെട്ടെന്ന് പിള്ളേർക്ക് എന്തെങ്കിലും കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരില്ലേ മണിയേട്ടാ? ഞാൻ ഈ ഓല കൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. മണിയേട്ടൻ നമുക്കായിട്ട് ഒരു തത്തമ്മ, ഇത് കണ്ടോ 2 പൂവ്, അതല്ലാതെ മണിയേട്ടൻ്റെ കയ്യിലുണ്ട് 2 സാധനങ്ങൾ. അപ്പോൾ ഇത്രയും കരകൗശല വസ്തുക്കൾ നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് വേണ്ടി നമ്മുടെ മണിയേട്ടൻ ഉണ്ടാക്കിയത്. ഇതേപോലെ വലിയ എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും വലിയ സാധനങ്ങൾ 1-2 ദിവസങ്ങളെടുത്തോ
അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ സമുദായം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ മിടുക്കന്മാരാണ്. ഇത് ഈ ഓല കൊണ്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേനൽക്കാലം മുഴുവനും ഓല കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും തെയ്യത്തിനും അതിനും ഇതിനൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ കല്യാണ മണ്ഡപം ഇങ്ങനെ വേണ്ട കാര്യങ്ങൾ അതും ചെയ്യാറുണ്ട്. കുറേ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊറോണ ആയതുകൊണ്ട് അതൊന്നും ഇപ്പോഴും ഒരു കാര്യം നടക്കുന്നില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കൊറോണൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലുള്ള വസ്തുക്കൾ എന്നും തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള പൈസക്കൊന്നും ആവില്ലെന്ന് മാത്രം. മണിയേട്ടാ, ഇതേപോലുള്ള തവികൾ പിന്നെ ഇങ്ങനെ ബൾക്കായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക, അത് കൂടുതലായിട്ട് എണ്ണം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അതല്ലെങ്കിൽ ഒറ്റ ഒരെണ്ണമായിട്ടാണോ ഉണ്ടാക്കി കൊടുക്കാറ്? അതിന് അങ്ങനെ ഓർഡറുകൾ വരാറുണ്ടോ? ഇതുവരെ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കുറച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറയാം. പിന്നെ എത്ര രൂപയ്ക്കാണ് നമ്മുടെ ഈ തവികളൊക്കെ കൊടുക്കുന്നത്? ഇനി കുറേ എണ്ണം കൂടുതലായിട്ടുള്ളൊരു ഓർഡർ എടുക്കാനാണെങ്കിൽ അതങ്ങനെ, അതല്ല ഒറ്റ ഒരെണ്ണമായിട്ട് അങ്ങനെ, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ തവി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർഡറായിട്ട് വരും, 10, 20, 25, 1, 2 ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ ചെറിയ തവിയായാലും ഈ മഞ്ഞപ്പൊടി, കാപ്പിപ്പൊടി, ചായപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊടികളൊക്കെ കോരാൻ വേണ്ടി ഡപ്പിയിലിട്ട് വെക്കുന്ന സൈസിൽ കുത്തി കൊടുക്കാറുണ്ട്. അതും ഓർഡറാണ്. അത് ഓരോരുത്തർ ഇങ്ങനെ ആവശ്യപ്പെടും, അത് ഉണ്ടാക്കി കൊടുക്കും. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെനക്കേട് കൂടി ഒക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞാൽ. എന്നാലും ഓർഡർ വരും, അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇതിപ്പം ഈ വലിയ തുകയൊക്കെ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരെണ്ണം. ഈ ചെറുതിനും അതേ 50 രൂപയാണ്. വലുതിനേക്കായാലും കഷ്ടപ്പാടാണ് ഈ ചെറുതുണ്ടാക്കാൻ. ചെറുത് പൊഴിച്ചിറക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇതിന് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അത് ഇളനീർ ചിരട്ട കൊണ്ടും ഉണ്ടാക്കും, പിന്നെ സാധാരണ ചിരട്ട കൊണ്ടും ഉണ്ടാക്കും ഈ ചെറിയ തവികൾ. അതുപോലെ ചോറിൻ്റെ തവി, കറീൻ്റെ തവി, ഇങ്ങനെയുള്ള തവികളും ഫ്രൈ സ്പൂൺ, പിന്നെ പപ്പടം കുത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതും ഉണ്ടാക്കും. പിന്നെ കരകൗശല വസ്തുക്കളായിട്ട് വേറെയും ചില എന്താ പറയുക, നമ്മളെ കാഴ്ച വസ്തുക്കളായിട്ടുള്ള അതും ഉണ്ടാക്കാറുണ്ട്. ആന്തൂറി ഉണ്ടാക്കും ചിരട്ട കൊണ്ട്. ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ടാക്കും. ഇതൊന്നും മുതലൊക്കലില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേരം എങ്ങനെയൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കി കാണിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ചിരട്ടയും മുളയും കൊണ്ടുള്ള പല സാധനങ്ങളും നമ്മളെ കാണിച്ചു. ഇനി അടുത്തൊരു ഐറ്റം, ഈ ഉപയോഗശൂന്യമായി നമ്മൾ കളയുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു റോസാപ്പൂ ഉണ്ടാക്കി അദ്ദേഹം നമ്മളിപ്പോൾ കാണിക്കും. അപ്പം നമുക്കത് കാണാം അല്ലേ? അതിമനോഹരമായൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൂ, അത് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണിത്. ഇതിൽ ഈ ഒരു റോസാപ്പൂവിൻ്റെ അടുത്തേക്ക് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിലേതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്പ് എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റൂല. അപ്പം അത്രയ്ക്ക് നല്ല കലാവിരുതാണ് ഈ നമ്മുടെ മണിയേട്ടന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല പ്രോത്സാഹനം അർഹിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ് ഇദ്ദേഹം.
അപ്പം നമ്മൾ മണിയേട്ടനെ കണ്ടു. ഇത്രയും എന്താ പറയുക, തെയ്യം കലാകാരൻ, ചെണ്ടമേളം കലാകാരൻ, അതേപോലെ തന്നെ നിസാര സമയം കൊണ്ട് ഇത്രയും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന നിഷ്കളങ്കനായ കലാകാരൻ. അപ്പോൾ ഈ ഒരു വ്യക്തിത്വം ഇനിയും പ്രോത്സാഹനം ലഭിക്കാതെ പോകരുത്. ഒരുപാട് ആദരവുകൾ അർഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. പലതരം കരകൗശല വസ്തുക്കൾ, അതേപോലെ തന്നെ പല രീതിയിലുള്ള കഴിവുകളുള്ളൊരു മനുഷ്യൻ. ഇത്രയും നാളും അദ്ദേഹത്തിന് അർഹിക്കുന്ന അർഹതകൾ, അതായത് അർഹിക്കുന്ന ആദരവുകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷെ ഇനിയും അത് പാടില്ല. അദ്ദേഹം അർഹിക്കുന്ന ആ ഒരു ആദരവ് നമ്മൾ അദ്ദേഹത്തിന് നൽകണം. ഈ കാണുന്ന പ്രേക്ഷകരോട്, ഈ കാണുന്ന ജനങ്ങളോട് മണിയേട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ അവരോട് ഒരു സന്ദേശം എന്ന രീതിക്ക് മണിയേട്ടൻ അവരോട് സംസാരിക്കാം. ഇതൊക്കെ കാണുന്നവരോട് പറയാൻ വേറൊന്നുമില്ല. ഇതൊക്കെ നശിച്ചു പോവാതെ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പം നമ്മൾ മണിയേട്ടനെ കണ്ടു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റാൾക്കാരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ വിലയേറിയ ഷെയറും അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ ആദരവിന് ഉള്ള ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കാം അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദരവ് കൊടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ആരുടെയെങ്കിലും അടുത്തേക്ക് എത്തുന്നത് ആ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക. അദ്ദേഹം അർഹിക്കുന്ന ഒരു ആദരവ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്താണോ അത് അദ്ദേഹത്തിന് കിട്ടട്ടെ. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നതാക്കിയിടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ്ബിൻ സൈനിങ് ഔട്ട്.